ഹലോ, നമുക്കൊരു കിഡിലൻ ഫേസ് പാക്ക് തയ്യാറാക്കാം. നല്ല മുഖം നിറവും തിളക്കവും വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഈ കടലമാവിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ടാന് മാറാനെല്ലാം ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവും 1/2 ടീസ്പൂൺ കോഫി പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂണ് തൈരും കൂടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ 3 കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല നമ്മുടെ സ്കിന്ന് നല്ല വൈറ്റൻ ആവാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾ വെയിൽ അതായത് പുറത്തുനിന്ന് കൂടുതൽ വെയിൽ കൊണ്ടാൽ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു കറുപ്പടിക്കും. അതൊരു സൺ ടാൻ ആണ്. അപ്പോൾ അങ്ങനെ സൺ ടാൻ അടിച്ച മുഖമായിട്ട് നിങ്ങൾ കയറി വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ സോപ്പോ ഫേസ് വാഷോ ഇട്ട് മുഖം കഴുകുന്നതിൽ നല്ലത് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. പിന്നെ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ചെറുനാരങ്ങ നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് ഇടുന്നവരാണ് നമുക്ക് അത് ഫേസിന് കേടാകുക. ഇതുപോലെ ഒരു ഫേസ് പാക്കിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിടുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചെറുനാരങ്ങ നീര് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഈ സൺ ടാൻ ഉള്ളവർ ഈ ഒരു പാക്ക് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ മുഖം ജസ്റ്റ് ഒന്ന് കഴുകുക. സോപ്പോ ഫേസ് വാഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകുക. എന്നിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 മിനിറ്റ് എന്തായാലും നല്ലൊരു മസാജ് കൊടുത്ത് നല്ലൊരു സോഫ്റ്റ് മസാജ് സർക്കുലാർ മോഷനിൽ നിങ്ങളൊരു മസാജ് കൊടുത്തിട്ട് വേണം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ജസ്റ്റ് വാരി തേച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ നല്ല ഇതേപോലെ റൗണ്ടിൽ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്കായിട്ട് നമ്മൾ മസാജ് ചെയ്ത് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളിത് ഫേസിൽ വെക്കണം. അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും ഫേസിൽ വെക്കണം. അല്ല ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഡ്രൈ ആയിക്കോട്ടെ, നന്നായിട്ട് ഡ്രൈ ആയിക്കോട്ടെ. അതിനുശേഷം നിങ്ങൾക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഒരു തണുത്ത വെള്ളം നിങ്ങൾ ഫ്രിഡ്ജിലുള്ളവരാണെങ്കിൽ തണുത്ത വെള്ളം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാലും മതി. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടൊന്നും കിട്ടുന്ന ഗ്ലോ ആയിരിക്കില്ല. അതൊരു 24 ഹവേഴ്സിൽ അന്നേരമുള്ള ഗ്ലോ മാത്രമേ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കിത് പെർമനൻറ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും 2 3 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് എപ്പോഴും ചെയ്യാനാണെങ്കിൽ അതായത് ഒരേ സമയം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ വെയിലത്തൊന്നും ഇറങ്ങാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇനി എവിടെയും പോകാനൊന്നും ഇല്ല, നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് എന്നുള്ള ആ ഒരു സമയത്ത് ഡെയിലി ഇത് ചെയ്യാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്